പെട്ടിപൊട്ടിക്കൽ അല്ല നമ്മുടെ ആൾക്കാർ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇവക്ക് എന്റെ ദൈവം ഭ്രാന്താണോ എന്നൊക്കെ. കടിച്ചാ പൊട്ടാത്ത അപ്പമാണ് കേട്ടോ ഇത്. ഭയങ്കര കട്ടിയാണ് ഈ അപ്പം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിങ്സ് ബിറാമി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണും. ഇന്ന് കേസ് നമ്മളൊരു സഞ്ചി പൊട്ടിക്കൽ വീഡിയോ ആണ് കാണാൻ പോണത്. നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോയിൽ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്താറുള്ളത് ഒന്നെങ്കിൽ ഹെയർ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ. നമ്മളെ വീട്ടിൽ കുട്ടി കുട്ടി സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് സഞ്ചി പൊട്ടിക്കാൻ പോകണം. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ വീട്ടിലോട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കുറച്ച് കഴിക്കാനുള്ള സാധനം, ഇപ്പോൾ എന്നാലും കൂടുതലായിട്ട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ സഞ്ചി അതോടെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. നിങ്ങളെ ഇവിടെ കാണിക്കാം എന്നൊക്കെ വെച്ചിട്ട്. ചില ആൾക്കാർ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എൻ്റെ ദൈവം ഭ്രാന്താണോ എന്നൊക്കെ വിചാരിക്കും. എന്തുവാടേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല യൂട്യൂബേഴ്സും ഇടുന്ന കണ്ടിട്ടുണ്ട്. അവർ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങൾ ആരെങ്കിലും ഒക്കെ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് അവർ പെട്ടി പൊട്ടിക്കൽ വീഡിയോ ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും കൊണ്ടുതരാൻ ആരുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ശരിയാണ്, പക്ഷെ ഇപ്പോഴൊന്നും ആരുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇങ്ങനെയെങ്കിലേ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മുടെ അച്ഛനമ്മയും കൊണ്ട് തന്ന സാധനങ്ങൾ നമ്മൾ കാണിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. എന്റെ കൈ തന്നെ ഇരിപ്പുണ്ട്. ഇത്ര ഒരു വലിയ സഞ്ചി ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞു സഞ്ചി ഉണ്ട്. അപ്പൊ ഞാൻ ഒരു 1.5 മാസമായി ഞാൻ വീട്ടിലോട്ട് പോയിട്ട്. അതിന് മുന്നേ ഞാൻ 1 മാസത്തോളം വീട്ടിൽ പോയി നിന്നിട്ടായിരുന്നു വന്നത്. ഇപ്പൊ 1.5 മാസമായി. ഇപ്പൊ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഒരുപാട് ദൂരമുണ്ട്. അതായത് ചേട്ടൻ്റെ വീടും എൻ്റെ വീടും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അതുകൂടാതെ അച്ഛനും ജോലിയും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് കാലിന് കുറച്ച് സുഖമില്ല. കാരണം ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് ഒരു കമ്പിയൊക്കെ കാലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ 2 വീലറിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും അമ്മയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടിട്ടാണ് വല്ലപ്പോഴും വരുന്നത്. പക്ഷെ വല്ലപ്പോഴും വരുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ സന്തോഷമാണല്ലോ നമുക്ക്. കഴിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങൾ കാണും. എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ പുറമേ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഉള്ളിലോട്ടൊന്നും നോക്കിയിട്ടില്ല. എന്തായാലും നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സഞ്ചി പൊട്ടിക്കാൻ കേട്ടോ. ബിഗ് ഷോപ്പറിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. സഞ്ചിയൊക്കെ ഞാൻ ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ കുറച്ച് താഴോട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആദ്യത്തെ ഐറ്റം ഈ ഒരു യൂണിബിക്കിന്റെ കുക്കീസ് ആണ് കേട്ടോ. യൂണിബിക്കിന്റെ കുക്കീസ് എനിക്കും മാധുവിനും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അച്ഛനും അമ്മയും എപ്പോൾ വന്നാലും കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ യൂണിബിക്കിന്റെ കുക്കീസ്. കഴിച്ചു നോക്കിയ ആൾക്കാർക്ക് അറിയാം, ഇത് ചോക്കോ ചിപ്പ് വരുന്ന കുക്കീസാണ്. നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള കുക്കിയാണ് കേട്ടോ. കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും. പിന്നെ ഉള്ളത് കേക്കാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഒരു കേക്ക് ലവറാണ് കേട്ടോ. കാരണം ഇപ്പം ഈ ഒരു ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ കഴിച്ച കേക്കിന് കയ്യും കണക്കുമില്ല. എനിക്ക് പ്ലം കേക്ക് അല്ലാണ്ടുള്ള കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വന്നിട്ട് റിച്ച് ബട്ടർ ഫ്രൂട്ട് കേക്ക്. സെറ്റ് കേക്കായിരിക്കും, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി കേക്കായിരിക്കും. സെക്കൻഡ് ഇതാട്ടോ. എപ്പോൾ എന്നാലും ഈ ഒരു കുക്കി ഈ ഒരു കേക്ക് ഉണ്ടാവും. അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം കേട്ടോ. പിന്നുള്ളത് അച്ചപ്പമാണ്. അച്ചപ്പം ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചപ്പം. ഞാൻ അങ്ങനെ വലുതായിട്ട് കഴിക്കാറില്ല. അച്ചപ്പാണ് ഈ കുഞ്ഞച്ചപ്പം കേട്ടോ, വലിയ അച്ചപ്പമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അച്ചപ്പം കണ്ടിട്ട്. ഇപ്പം നമ്മുടെ വീട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇവിടെ വന്ന വഴിക്ക് വല്ലതും മേടിച്ചതായിരിക്കും അമ്മയച്ഛനൂടെ. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയുള്ള വലിയ അച്ചപ്പമുണ്ട്. പണ്ട് വീട്ടിലൊക്കെ മേടിക്കും കേട്ടോ. ഈ ചായ ഇടുന്ന സമയത്തൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും ഈ വലിയ അച്ചപ്പം. ഭയങ്കര രസം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്താ, പിന്നെ മിച്ചർ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഈ അല്ലാണ്ട് ഇങ്ങനെ ഈ മിച്ചറൊക്കെ ഇങ്ങനെ റോഡെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നല്ല രസം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ കഴിച്ച് ഇങ്ങനെ എടുത്തിങ്ങനെ ചൂടോടെ പൊതിഞ്ഞ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ അവിടെ പോയപ്പോൾ വല്ലതും മേടിച്ചതായിരിക്കണം ഈ ഒരു മിച്ചർ കേട്ടോ. ഈ മിച്ചറാണ്. പിന്നുള്ളത് പൊരി അച്ഛൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊണ്ടുവന്നിട്ടുള്ള പൊരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കൊണ്ടുവന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് കാറ്റ് കയറി കഴിഞ്ഞാൽ പൊരി ഒരു വല്ലാതെ ഇങ്ങനെ കട്ടി പോലെ ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് പൊട്ടിക്കാണ്ട് കൊണ്ടുവന്നതാ പൊരി. ശരി, മാധുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊരി. ഞാൻ അങ്ങനെ വലുതായിട്ട് കഴിക്കാറില്ല. മാധുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിപ്സ് എന്താ പറയാ, ചിപ്സ് ആർക്കാണ് ഇഷ്ടമല്ലാത്തല്ലേ. ചിപ്സ് ചുമ്മാ ആയിരിക്കും നമ്മൾ ചായയോടെ കഴിക്കാൻ വേണ്ടി എന്ത് രസമാണ്. ചിപ്സ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ മേടിച്ചിട്ട് കുറച്ച് നാളുകളായെന്ന് തോന്നുന്നു. അപ്പം ചിപ്സാണ് വേറൊരു ഐറ്റം. പിന്നെ ആ കൊച്ചു മിച്ചർ ഞാൻ അപ്പോഴേ വിചാരിച്ചു ഈ ഒരു കൊച്ചു മിച്ചർ വന്നിട്ട് അങ്ങനെ മേടിച്ചതായിരിക്കും. ഈ ചൂടോടെയൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെ, അങ്ങനെ ഉണ്ടാക്കുന്നിടത്തുനിന്ന് മേടിച്ചതായിരിക്കും. പിന്നെ വലിയൊരു മിച്ചർ
വലിയൊരു മിച്ചറും ഉണ്ട്. മിച്ചറും ചിപ്സൊക്കെ തിന്ന് ഞാൻ മരിക്കത്തേ ഉള്ളൂ. എനിക്ക് അപ്പോഴേ അറിയാം കേട്ടോ, കുറേ ഐറ്റംസും ആയിട്ടായിരിക്കും അവർ വരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്കറിയാം കുറേ ഐറ്റംസ് കാണുമെന്ന് എനിക്കറിയാം. അല്ലേ, മിക്സറുണ്ട്. പിന്നുള്ളത് ചില്ലറായി. പിന്നുള്ളത് മധുരമുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇതും എന്താണ്, നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക, പൊരിയിലൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. അറിയത്തില്ലേ ഇത്? എനിക്ക് തോന്നുന്നു അച്ഛൻ അവിടെ പോയപ്പോൾ മേടിച്ചതാണെന്ന് തോന്നുന്നു ഈ ഒരു ഐറ്റം. നമ്മൾ പൊരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല മധുരമാണ് ഗൈസ്, എല്ലാവർക്കും അറിയായിരിക്കും. നല്ല മധുരമാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല മധുരമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്തുള്ളത് അരവണയുണ്ട്. കണ്ടോ, അച്ഛൻ ശബരിമലയ്ക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ള അരവണയാണ്. പൊട്ടിച്ചിട്ടില്ല കേട്ടോ, കാരണം ഈ സഞ്ചി അങ്ങനെ എടുത്തിട്ടില്ല, മാറ്റി വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല. അരവണയുണ്ട്. അരവണ ഈ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു, കിട്ടിയായിരുന്നു. നിങ്ങളൊക്കെ അരവണ കഴിച്ചു ഈ പ്രാവശ്യം? പിന്നെ അപ്പം, അവിടുത്തെ ശബരിമലയില ഇത് കഴിച്ചാൽ പൊട്ടാത്ത അപ്പമാണ് കേട്ടോ. ഇത് ഭയങ്കര കട്ടിയാണ് ഈ അപ്പത്തിന്. കാരണം എനിക്ക് തോന്നുന്നു ഈ ചീത്തയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമലയിൽ ഈ ഒരു അപ്പം കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇതിന്റെ പുറകെ എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലുള്ളത് മാധുവിന് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. മാധുവിന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള 2 കാര്യമാണ്. ഒന്ന് മിൽക്കി ബാറും പിന്നെ ഒന്ന് ഡയറി മിൽക്കും. ഞാൻ അതിന് ഒരു 3 ചോക്ലേറ്റ് മാധുവിനുണ്ട്. അധികം ഇപ്പൊ ചോക്ലേറ്റ്സ് അങ്ങനെ കൊടുക്കാറില്ല. എന്താണ്, ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്സ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പേടി, ഈ പല്ലൊക്കെ പുഴു എടുത്ത് പോവുമോ അങ്ങനെയൊക്കെയുള്ള ഒരു പേടി എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വലുതായിട്ട് ചോക്ലേറ്റ് കൊടുക്കാറില്ല. അമ്മയും അച്ഛനും വരുന്നതെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, സാറിന് ഇത്രയും നല്ല ചോക്ലേറ്റ് കൊണ്ടുവരുന്നത്. കുറേ മാല പോലെയൊക്കെ മുട്ടായിയൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഈ എന്താണ്, മറ്റേ കമ്പ് മുട്ടായിയൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞു, എന്താണ്, അധികം കൊണ്ടുവരില്ലേ, കാരണം അവൾക്ക് എനിക്ക് പേടിയാണ്, പല്ലൊക്കെ പുഴു എടുക്കുമോ അങ്ങനെയുള്ള പേടി എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് പല്ല് ചീത്തയായി പോകും, അതുകൊണ്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഇപ്രാവശ്യം 3 ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ. അത് കാര്യമായി. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കഴിയണത് വരെ കഴിക്കും കേട്ടോ. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നൊരു സ്വഭാവം മാധുരില്ല. കണ്ടു കഴിഞ്ഞാൽ അവളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭാഗ്യത്തിന് 3 ചോക്ലേറ്റ് ഉള്ളൂ, അത് കഴിച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഒരു സഞ്ചി കാലിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത സഞ്ചി നോക്കാം കേട്ടോ. അടുത്ത സഞ്ചി ഒരു കുഞ്ഞു സഞ്ചിയാണ്, ഒരു കുട്ടി സഞ്ചി. കുഞ്ഞു സഞ്ചിയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ഐറ്റം ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് അമ്മച്ചൻ എപ്പോൾ വന്നാലും കൊണ്ടുവരും. വേറെ ഒന്നും കൊണ്ടല്ല, മാധുക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ ഓറഞ്ച്. എന്നും നമ്മൾ ഓറഞ്ച് ജ്യൂസ് കൊടുത്ത് അവർക്ക് അത്രയും സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറഞ്ച് ഉണ്ട് കേട്ടോ, ഓറഞ്ച് ഉണ്ട്. അടുത്ത് എന്തുവാ നോക്കട്ടെ. അടുത്തത് പിന്നെയുള്ള ഒരു ഐറ്റം പഴമാണ് കേട്ടോ. ഈ പഴത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു ദിവസമാണ് ഇവിടെ ഒരു കൊല വെട്ടുണ്ടായത്. ഇവർ അറിഞ്ഞിട്ടില്ല. ഞാൻ എന്താ വിളിച്ച സമയത്ത് മാത് ഇവിടെ പഴം തീർന്നു. മാത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അത് അമ്മ കേൾക്കുണ്ടായി എന്നെ വിളിച്ച സമയത്ത്. എനിക്കൊന്ന് അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ തോന്നുന്നു. പഴം ഇവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ ഇത് വലുതായിട്ട് പഴുത്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ 2ാമത്തെ സഞ്ചി ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ആവശ്യം. പൊട്ടിക്കൽ അല്ല, നമ്മുടെ സഞ്ചി പൊട്ടിക്കൽ ഇവിടെ അവസാനിച്ചേക്കുവാണ്. അപ്പൊ എല്ലാം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്താണ്, ഇതൊക്കെ നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങളല്ലേ, അത് നിങ്ങളെ ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. അതല്ല, എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അത് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.